ഹലോ ഗായ്സ്, സ്പോക്കി ഇൻ ലവ് എന്ന കൊറിയൻ ഡ്രാമയിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യണം, ഒരു കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുഴിയിൽ നിന്ന് ഹീറോയിന് ഒരു ഫോൺ കിട്ടുകയാണ്. ആ ഫോണിലെ സിഗ്നൽ വേറൊരു ഫോണായിട്ട് കണക്റ്റ് ആവുക. കിട്ടിയത് നമ്മുടെ ഹീറോയ്ക്കാണ്. അങ്ങനെ ഹീറോ സിഗ്നൽ കണ്ടിട്ട് നേരെ ആ പ്ലേസിലേക്ക് തന്നെ ആരുടെ അത് ഈ നേരത്തെ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ഷോക്കാവുന്നത്. അങ്ങനെ നീ എന്താ ഈ സമയത്ത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴാണ് ഈ ഫോൺ തിരക്കിയല്ലേ നീ ഇവിടെ വന്നത് എന്നും പറഞ്ഞ് ഹീറോയിൻ ചോദിക്കുമ്പോഴാണ് ഹീറോ പറയണം അത് വിക്ടിമിൻ്റെ ഫോണാണ്, ഇതിങ്ങ് തന്നേക്ക്, എനിക്കത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കൊടുക്കാതെ നമ്മുടെ ഹീറോയും കൂടെ തമ്മിൽ അടിപൊളിയാണ്. അപ്പോഴാണ് അവിടെ റൗണ്ട്സിന് പൊയ്ക്കൊണ്ടിരുന്ന 2 പോലീസുകാർ അതുവഴി വരണത്. അപ്പോൾ ആ പോലീസുകാർ പറയാണ് രണ്ടുപേരും രാത്രി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കഴിയുമ്പോഴാണ് അവിടെ കുറേ പോലീസുകാരൊക്കെ വന്ന് അവിടെ ഒരു ബോഡി റിക്കവർ ചെയ്യണത്. അപ്പോൾ ആ ബോഡി കണ്ടിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെ മനസ്സിലിവിടെ ഒരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അത് സംസാരിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാണത്തില്ല. അപ്പോൾ എവിടെയെന്ന് പെങ്കൊച്ച് എവിടെയെന്ന് പറഞ്ഞ് ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ഞാൻ കണ്ടില്ലല്ലോ അങ്ങനെ ഒരു പെങ്കൊച്ചിനെ, ഇനി വല്ല പ്രേതമായിരിക്കും, ഇതാണ് ഞാൻ അതിൻ്റെ അടുത്ത് പറയുന്നത്, നൈറ്റൊന്നും അങ്ങനെ കിടന്ന് ചുറ്റി തിരിയല്ല, വേഗം വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട്. ഒന്നും കേൾക്കത്തില്ലല്ലോ, വാ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് അവനെയും കൂട്ടി വീട്ടിൽ പോവുകയാണ്. അപ്പോഴാണ് ദൂരെ നിന്ന് ഹീറോയിൻ നോക്കുന്നത് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ ഒരു പ്രേതത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ലൈഫ് നല്ലൊരു ജീവിതവും ഹാപ്പി ആയിട്ടുള്ള ലൈഫൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ പറയണേ ഈ ലൈഫ് ഇങ്ങനെ എപ്പോഴും അടുത്ത ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു ആളെ കല്യാണം കഴിക്കാനും എല്ലാം പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ് ഇനി നെക്സ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞൊക്കെ ഉണ്ടോ, അങ്ങനെ എനിക്കൊരു ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കും അങ്ങനെ ഒരു സെക്കൻഡ് ലൈഫ് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾ മറിഞ്ഞു പോണത്. അപ്പോൾ അവൾ പറയണം ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ 6 ഇയേഴ്സിന് മുമ്പുള്ള പാസ്റ്റ് ലൈഫ് കാണിക്കുന്നത്. അപ്പോൾ ഒരാൾ വന്ന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് ഹീറോയിൻ പറയണ എൻ്റെ പ്രശ്നമല്ല നിനക്കറിയത്തില്ല, എന്നിട്ടാണോ നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ പറയണ അത് എനിക്ക് നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, അതുകൊണ്ട് തന്നെയാണ് നിന്നെ കല്യാണം കഴിക്കണമെന്നും പറയണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ റിങ്ങൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വെഡ്ഡിങ് ഡേ ആയി. വെഡ്ഡിങ് ഡേ അന്ന് നമ്മുടെ ഹീറോയിന് ഗൗണൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ചെറുക്കൻ ഓടി കിതച്ച് വന്നിട്ട് പറയണം ഭയങ്കര ട്രാഫിക് ജാം, അതാണ് ഞാൻ ലേറ്റായെന്ന് പറഞ്ഞിട്ട്. അതിന് ആലോചിച്ചിട്ടാണ് പറയണം അയ്യോ ഞാൻ വെഡ്ഡിങ് റിങ് എടുക്കാൻ മറന്നുപോയി, കാറിനകത്തിരിപ്പുണ്ട്, ഞാൻ പോയി വേഗം പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് താഴെ ലിഫ്റ്റിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ ലിഫ്റ്റിൽ കയറിയപ്പോഴാണ് അവനൊരു പന്തിയേട് തോന്നിയത്, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിൻ്റെ അടിയിൽ നിന്ന് കുറേ വെള്ളം എവിടെ നിന്നോ വരുന്നതായിട്ട് അവന് കണ്ടത്. അത് വെള്ളം വന്ന് അവനെ ഫുള്ള് മുക്കി, ആരോ ആ വെള്ളത്തിൽ കൂടി അവനെ പിടിച്ച് വലിക്കണമായിട്ട് അവന് തോന്നി. അങ്ങനെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട ആൾ പുറത്തിറങ്ങിയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറയണം നീ അടുത്ത് വരരുത്, അവിടെ നിൽക്ക്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ പറഞ്ഞ വേർഡ്സ് എല്ലാം തിരിച്ചെടുത്തേക്കാണ്, അതും പറഞ്ഞ് അവൻ പേടിച്ച് ഓടുകയാണ്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഒരു പ്രേതം നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഹീറോയിൻ ആരെയും അടുപ്പിക്കാതെ ഒറ്റയ്ക്ക് നടക്കുന്നതായിട്ട് കാണുന്നത്.